തൃപ്രയാറിൽ ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയ്ക്കെതിരെ ആക്രമണമുണ്ടായിരിക്കുകയാണ്. CPM പ്രവർത്തകൻ മനോജാണ് കമ്പിവടി ഉപയോഗിച്ച് വിഗ്രഹത്തെ തകർക്കാൻ ശ്രമിച്ചത്. സാനു ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. സാനു, ഈ CPM പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? നിലവിൽ കേസിന്റെ അവസ്ഥ എന്താണ്? ഇന്നലെ വൈകുന്നേരമാണല്ലോ ഈ സംഭവം ഉണ്ടായത്. തൊട്ട് പിന്നാലെ തന്നെ മനോജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയിൽ സുരക്ഷ ഒരുക്കി പോലീസ് ഉണ്ടായിരുന്നു. കയ്പമംഗലം പോലീസായിരുന്നു ഉണ്ടായിരുന്നത്. അവർ ആ സമയം തന്നെ ഇയാളെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് വലിയ മറ്റ് സംഘർഷത്തിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. അതായത് ഇവിടെ പരിപാടിയുടെ ഉദ്ഘാടനം നടക്കുകയാണ്. സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധ പ്രകടനം ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇവർ പറയുന്ന ഒരു പ്രധാന കാര്യം, അതായത് ഇത്തരം ഒരു അക്രമങ്ങൾ കരുതിക്കൂട്ടി തന്നെ നടത്തിയിട്ടുള്ള ഒരു അക്രമമാണ്. അതായത് ഈ പരിപാടി ഇതിലെ വരുന്നുണ്ടെന്നും ഇത് ഇവിടെ നടക്കുന്നുണ്ടെന്നും ഒക്കെ ഇവർക്ക് കൃത്യമായിട്ട് കാലേക്കൂട്ടി അറിവുള്ളതാണ്. അതുകൊണ്ട് തന്നെ പോലീസിലും അറിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർ ഈ ഒരു അക്രമം നടത്താൻ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശം തെരഞ്ഞെടുത്തത്. അതായത് കരുതിക്കൂട്ടിക്കൊണ്ട് മതസ്പർദ്ധ വളർത്താൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ചേരിതിരിവിക്കൊണ്ടാക്കിക്കൊണ്ട് ഈ ഗണേശ ഉത്സവത്തിനെ അതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള കരുതിക്കൂട്ടിയിട്ടുള്ള അല്ലെങ്കിൽ കാലേക്കൂട്ടിയിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു അക്രമം നടത്തിയിട്ടുള്ളത്. ഈ സംഘപരിവാർ സംഘടനകൾ പ്രതിഷേധിക്കുന്നവർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഇതിന്റെ മറവിൽ, അതായത് ഈ പാലക്കാടും അതേപോലെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഈ ഗണേശോത്സവത്തിന്റെ ഭാഗമായിട്ടല്ലേ അതിനെ തച്ചുടയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അതിനെ ശോഭ കെടുത്തുന്നതിന് വേണ്ടിയിട്ട് പല തന്ത്രങ്ങളും അക്രമത്തിന് വേണ്ടി ഇവർ കോപ്പ് കൂട്ടിയിരുന്നു. അതിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് അവർ കോപ്പ് കൂട്ടിയിരുന്നു. നമുക്കറിയാം, നമ്മുടെ സ്പീക്കർ അടക്കം ഗണപതി മിത്താണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെ ആക്ഷേപങ്ങൾ ഒരു വിശ്വാസത്തെ പോലും ഇല്ലാതാക്കുന്ന തരത്തിൽ അല്ലെ വിശ്വാസികളുടെ ഹൃദയത്തെ നോവിക്കുന്ന രീതിയിൽ പ്രസ്താവന നടത്തിയ ഒരു പാർട്ടി സംവിധാനത്തിലുള്ള ആൾ തന്നെയാണ് ഇപ്പോഴും ഈ തൃപ്രയാറിലും അക്രമം നടത്തിയിട്ടുള്ളത്. എന്തായാലും ഈ മനോജിനെ മാത്രമല്ല, ഇവർക്ക് പിന്നിലുള്ള ശക്തികളെ കൂടി കണ്ടെത്തണമെന്നും ഇവിടെ പ്രതിഷേധിക്കുന്ന സംഘപരിവാർ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നീലിമ, അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ സാനു? കേസ് എടുത്തിട്ടുണ്ടോ? എന്താണ് അത്തരത്തിൽ നിയമ നടപടി എന്തെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഈ അക്രമം നടത്തിയപ്പോൾ തന്നെ ഇയാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു, പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. തുടർന്ന് FIR ഇട്ട് കേസെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ BJP നേതാവ് ഉല്ലാസ് ബാബു കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ഉല്ലാസ് ബാബു, തൃശൂരിൽ ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയ്ക്ക് നേരെ ആക്രമണമുണ്ടായിരിക്കുകയാണ്. CPM പ്രവർത്തകൻ മനോജാണ് കമ്പിവടി ഉപയോഗിച്ച് വിഗ്രഹത്തെ തകർക്കാൻ ശ്രമിച്ചത്. അതായത് സനാതനധർമ്മത്തിന് നേരെ കൃത്യമായ ആക്രമണം, അതുപോലെ CPMന്റെ ഇരട്ടത്താപ്പ്, ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു സംഭവമാണ് തൃപ്രയാറിൽ ഉണ്ടായിരിക്കുന്നത്. അങ്ങയുടെ പ്രതികരണം? അല്ല, ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനം കേരളത്തിൽ അധികാരത്തിൽ കയറിയതിനു ശേഷം 10 വർഷക്കാലമായിട്ട് ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും ക്ഷേത്രത്തെയും ക്ഷേത്രത്തിൽ നടക്കുന്ന മറ്റ് ചടങ്ങുകളെയും നശിപ്പിക്കുന്നതിന് വേണ്ടിയും തകർക്കുന്നതിന് വേണ്ടിയും ആസൂത്രണമായിട്ടുള്ള ഒരു പരിപാടികൾ അവർ ആസൂത്രണം ചെയ്യുന്നതായിട്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ കാര്യമുണ്ട്. ഇപ്പൊ ശബരിമലയിൽ അടക്കം അവർ ഇന്ന് നടത്താൻ പോകുന്നത് എന്താണ്? മലേറിയയും ഡെങ്കുവുമാണ് ഹൈന്ദവ വിശ്വാസവും അതുപോലെ തന്നെ സനാതന ധർമ്മവും എന്ന് വിശ്വസിക്കുന്ന വിഭാഗത്തെ കൊണ്ടുവന്ന അയ്യപ്പ സംഗമം എന്ന് പറയപ്പെടുന്ന ഒരു പരിപാടി നടത്തുകയും അതിലൂടെ വിശ്വാസികളെയും ഭക്തജനങ്ങളെയും വഞ്ചിക്കാമെന്ന് പറയപ്പെടുന്ന ഇരട്ടത്താപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇടതുപക്ഷം പോകുന്നു. ഇടതുപക്ഷത്തിന്റെ ശൈലി മറ്റു മേഖലകളിലേക്കും വരുന്നു എന്നുള്ളതാണ്. ക്ഷേത്രവും ക്ഷേത്രോത്സവങ്ങളും ക്ഷേത്രാചാരങ്ങളും ക്ഷേത്രാനുഷ്ഠാനങ്ങളും ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ഇന്നലെയും തുടങ്ങിയതല്ല. ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിതമായ അജണ്ടയാണ്. ആ അജണ്ടയിൽ വീണു പോകുക എന്നുള്ളത് ഒരു കാരണവശാലും അംഗീകരിക്കാവുന്നതല്ല, അല്ലെങ്കിൽ അത് നടപ്പിലാക്കാനും സാധിക്കില്ല. പരിപൂർണമായിട്ട് അതിനെ പ്രതിരോധിക്കേണ്ട രീതിയിൽ തന്നെ പ്രതിരോധിക്കും. സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് നേരെയുള്ള ഈ ആക്രമണം എന്ന് പറയപ്പെടുന്നത് പരിപൂർണമായി ഗൗരവത്തോടെ തന്നെ എടുക്കും. 2, ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. ആ വിശ്വാസത്തെ എതിർക്കുക എന്ന് പറയപ്പെടുന്നത് സംഘപരിവാറിന് മാത്രമല്ല, ഹൈന്ദവ സമൂഹത്തെ മൊത്തമായി, വിശ്വാസി സമൂഹത്തെ മൊത്തമായി, ഭക്തജനങ്ങളെ മൊത്തമായി എതിർക്കുന്ന രീതിയാണ്. അവരുടെ ആ രീതിയൊക്കെ അവർ കയ്യിൽ വെച്ചാൽ മതി. അവരുടെ തിട്ടൂരത്തിനനുസരിച്ച് വിശ്വാസികളും അതുപോലെ തന്നെ ദൈവ ബഹുമാനമുള്ളവരും നടക്കണമെന്ന് പറഞ്ഞാൽ അത് നടപ്പിലാകില്ല. ഇത് കേരളമാണ്. കേരളത്തിൽ ഇതിനേക്കാൾ വലിയ ആട്ടങ്ങൾ ഇവർ ആടിയിട്ടും അതിനു മുന്നൊന്നും നമ്മൾ ഭയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഭക്തജനങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ രാഷ്ട്രീയ ഭേദമില്ലാതെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിന്നുകൊണ്ട് ഭക്തജനങ്ങൾ പരിപൂർണമായിട്ട് ഇതിനെ പ്രതിരോധിക്കും. അതിനെയൊന്നും തടുക്കാനുള്ള പ്രാപ്തിയിലേക്കൊന്നും ഇടതുപക്ഷം ഇവിടെ വളർന്നിട്ടില്ല. നമുക്ക് നോക്കാം, ഭാവി ദിവസങ്ങളിൽ ഇതിനൊക്കെ നമുക്ക് അതിന് മറുപടി ഉണ്ടാകുമല്ലോ. ശ്രീ ഉല്ലാസ് ബാബു, ഇതിൽ ഇരട്ടത്താപ്പ് കൃത്യമായി പറഞ്ഞു പോകേണ്ടതുണ്ട്. കാരണം പാലക്കാട് മുണ്ടൂരിൽ നടന്ന ഗണേശ വിഗ്രഹ ഘോഷയാത്ര നമ്മൾ കണ്ടതാണ്. DYFI സംഘടിപ്പിച്ചതാണ്. ചെഗ്വേരയുടെ ചിത്രമുണ്ട്, വെള്ളക്കൊടികളുണ്ട്, ചെമ്പട്ട് ഉടുപ്പിച്ച ഗണപതി വിഗ്രഹമുണ്ട്. അപ്പോൾ അതിനെ അപഹാസ്യമായ രീതിയിലേക്ക് CPM പാലക്കാട് നടത്തുമ്പോൾ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ഇത് ആക്രമണമായി മാറുകയാണ്. ശ്രീ ഉല്ലാസ് ബാബു.
പ്രസ്ഥാനം ആയിക്കോട്ടെ, ഭഗവാൻ കൃഷ്ണ ജന്മാഷ്ടമി ഘോഷയാത്രകളായിക്കോട്ടെ, ഓണാഘോഷങ്ങളായിക്കോട്ടെ, അതുമായിട്ടും ബന്ധപ്പെടുന്ന സാംസ്കാരികപരമായിട്ടും അതുപോലെ തന്നെ ആധ്യാത്മികപരമായിട്ടുമുള്ള എല്ലാ കാര്യങ്ങളെയും തച്ചുടക്കുക എന്ന് പറയപ്പെടുന്ന ഒരു ശൈലിയിലേക്ക് അവർ പോകുന്നു. കണ്ണൂരിൽ അവർ ശ്രീകൃഷ്ണ ഘോഷയാത്ര നടത്തുന്നു, ഇപ്പുറത്ത് വരുന്നത് അതിനെ എതിർക്കുന്നു. ശോഭയാത്രകളെ ബഹുമാനിക്കുന്ന ഒപ്പം തന്നെ ഇപ്പുറത്ത് തെറിവിളിക്കുകയും ചെയ്യുന്നു. ഈ ഇരട്ടത്താപ്പുകൾ എന്ന് പറയപ്പെടുന്നത് അതാത് സമയത്ത് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി, ഗുണഗണങ്ങൾക്ക് വേണ്ടി അതാത് വിഭാഗങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി നടത്തുന്ന രാഷ്ട്രീയ തട്ടിപ്പാണ്. ആ തട്ടിപ്പ് പരിപൂർണമായി എതിർക്കേണ്ടതാണ്. ക്ഷേത്രങ്ങളും ക്ഷേത്രവിശ്വാസങ്ങളും നശിച്ചു പോകണമെന്ന പരിപൂർണമായിട്ട് അതിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനവും ഇന്നത്തെ സർക്കാരും എന്ന് പറയപ്പെടുന്നത്. ഒപ്പം തന്നെ ക്ഷേത്രങ്ങളെല്ലാം തല്ലി തകർത്ത് അവിടെ ഫുട്ബോൾ കളിക്കണം, ഗ്രൗണ്ടാക്കി മാറ്റണം എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ പ്രസംഗിച്ചവരാണ്. ക്ഷേത്രങ്ങൾ കുളത്തിൽ മുങ്ങി വരുന്ന സ്ത്രീകളുടെ നഗ്നത കാണാനാണ് ക്ഷേത്രത്തിൽ ഇരിക്കുന്നവർ എന്ന് പറഞ്ഞ ശ്രീമതി ടീച്ചറാണ് ഇവിടെയുള്ളത്. ശബരിമല വിഷയത്തിൽ പുനഃപരിശോധനാ ഹർജി കൊടുക്കുന്ന പ്രശ്നമില്ലെന്ന് പറയപ്പെടുന്ന പിണറായി വിജയനാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്പൂതിരിമാർ 10,000 പേരടങ്ങുന്ന കല്യാണ പരിപാടിയിൽ പൂജ നടത്തുന്നത് അടിവസ്ത്രമിടാതെ ആംഗ്യം കാണിക്കുന്നത് എമ്മാടിത്തരമാണെന്ന് പറഞ്ഞ സുധാകരന്റെ പാർട്ടിയാണിത്. അയ്യപ്പനെ കല്യാണം കഴിപ്പിക്കണമെന്ന് പറഞ്ഞ സ്വരാജിന്റെ പാർട്ടിയാണിത്. ഒപ്പം തന്നെ അയ്യപ്പന് കടുക്കാവെള്ളം കുടിക്കണം വികാരം കൂടുന്നുണ്ടെങ്കിൽ പറഞ്ഞ സീമയുടെ പാർട്ടിയാണ്. അതേപോലെ തന്നെ പരിപൂർണമായി ഫ്യൂഡൽ തെമ്മാടികൾ എന്ന് പൂജാരിമാരെ വിളിച്ച വീണ്ടും സുധാകരൻ നടത്തിയ പ്രഖ്യാപനം നടത്തിയ പാർട്ടിയാണ് CPM. അപ്പൊ ഈ CPMന്റെ ഈ നയങ്ങളൊക്കെ ഓരോ സമയത്തും എടുത്തു നോക്കിയാൽ, അവരുടെ പ്രവർത്തകരുടെയും അവരുടെ നേതാക്കന്മാരുടെയും പ്രതികരണങ്ങൾ എടുത്തു നോക്കിയാൽ ഒരു വിഭാഗത്തിന് നേരെയുള്ള ആസൂത്രിതമായ ആക്രമണം നടത്തുന്നു. ആ ആക്രമണങ്ങൾ അവർ നടത്തുന്നത് കൃത്യമായിട്ടുള്ള അജണ്ടയോടുകൂടിയാണ്, കൃത്യമായ ഗൂഢാലോചനയോടുകൂടിയാണ്, കൃത്യമായ ഗൂഢലക്ഷ്യങ്ങളുണ്ട് അതിന്റെ പുറകിൽ. ആ ലക്ഷ്യങ്ങളെയൊക്കെ തിരിച്ചറിയാനുള്ള പ്രാപ്തി ഇവിടുത്തെ ഭക്തജനങ്ങൾക്കും വിശ്വാസികൾക്കും ഈ പൊതുസമൂഹത്തിനുമുണ്ട്. ആ സമൂഹം അതിനെ കൃത്യമായി തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അത് ഇടതുപക്ഷത്തിന് താങ്ങാനാവില്ല എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഒരു സംശയവും വേണ്ട. ഇവിടെ എങ്ങനെയാണോ സാംസ്കാരിക സമ്മേളനങ്ങൾ നടന്നിരുന്നത്, ഇവിടെ എങ്ങനെയാണോ ദൈവികമായ കാര്യങ്ങൾ നടന്നിരുന്നത്, ഇവിടെ എങ്ങനെയാണോ ആധ്യാത്മിക സമ്മേളനങ്ങൾ നടന്നിരുന്നത്, ഇവിടെ എങ്ങനെയാണോ ഘോഷയാത്രകൾ നടന്നിരുന്നത്, ഇവിടെ എങ്ങനെയാണോ ശോഭായാത്രകൾ നടന്നിരുന്നത്, അതേപടി തന്നെ ഭാവി കേരളത്തിൽ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കും. അവിടെയും ഇവിടെയും ചെന്ന് ഈ നീറാലികൾ കിടന്ന് ചലച്ചു കഴിഞ്ഞാൽ അവർക്ക് മുമ്പിലൊന്നും ഭയപ്പെടുന്ന സമൂഹമല്ല കേരളത്തിലെ വിശ്വാസി സമൂഹമെന്ന ബോധ്യം ആദ്യ ശബരിമല വിഷയത്തിൽ അവർക്ക് ഉണ്ടായതാണ്. ഇനിയും അവർ പഠിച്ചിട്ടില്ലെങ്കിൽ കാലം അവർക്ക് പഠിപ്പിക്കും. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. നോക്കാം നമുക്ക്. വളരെയധികം നന്ദി ശ്രീ ഉല്ലാസ് ബാബു ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. തൃപ്രയാറിൽ ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയ്ക്ക് നേരെ ആക്രമണമുണ്ടായിരിക്കുന്നു. CPM പ്രവർത്തകൻ മനോജാണ് കമ്പി ഉപയോഗിച്ച് വിഗ്രഹത്തെ തകർക്കാൻ ശ്രമിച്ചത്. വിവരങ്ങളാണ് സാനു കെ സജീവ് നൽകിയത്.